എല്ലാവർക്കും നമസ്കാരം. നിലമ്പൂരിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ വരികയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2019 സാപ്പിയൻസാണ് അവസാനമായിട്ട് നിലമ്പൂരിൽ വെച്ച് നടന്നത്. ഈ വർഷത്തെ കൊപ്പ പരിപാടി വീക്ഷിക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. റിയാലിറ്റി ആൻഡ് ഫാൻറ്റസി. റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ അനുഭവങ്ങൾ എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണുന്നത്, അല്ലെങ്കിൽ സ്പർശിച്ചറിയുന്നത്, അല്ലെങ്കിൽ കേട്ടറിയുന്നത്, രുചിച്ചറിയുന്നത്, ഈ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലായ്പ്പോഴും യഥാർത്ഥമാണ് എന്ന് പറയാൻ കഴിയുകയില്ല. എന്നാൽ അതിന് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ തന്നെ കുറേ എക്സ്റ്റൻഷനുകൾ, ഇപ്പോൾ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളെ തിരിച്ചറിയുന്നതിന് നമ്മൾ മൈക്രോസ്കോപ്പുകൾ, ടെലസ്കോപ്പുകൾ, ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾ കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അതുപോലെ തന്നെ അതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ വ്യക്തിഗത അനുഭവങ്ങളെ നമ്മൾ യാഥാർത്ഥ്യമായിട്ട് പരിഗണിക്കുന്നില്ല, മറിച്ച് കൂട്ടായിട്ടുള്ള അനുഭവങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ യഥാർത്ഥമാണ് എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിൽ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ വസ്തുനിഷ്ഠമായി പരിശോധിച്ചിട്ട് നമ്മൾ നിഗമനങ്ങളിലെത്തുന്നു. എന്നാൽ ഇതൊന്നുമില്ലാതെ നമുക്കൊക്കെ നമ്മുടെ ചിന്താരീതിക്കൊക്കെ ഉപരിയായിട്ട് ചില സമാന്തരമായ മേഖലകളിൽ വിഹരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഒരു പക്ഷേ ഊഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അവരുടെ ചിന്തയിലൂടെ പോകുന്നത്. അത് അവർ യഥാർത്ഥമാണ് എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള നമ്മുടെ വിശ്വാസ മേഖലയുടെ ഫാൻറ്റസിയെക്കുറിച്ചുള്ള ഒരു ചെറിയ അന്വേഷണമാണ് ഇവിടെ നടത്തുന്നത്. ഏതാണ്ട് ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ ഒരു ദിവസം വൈകുന്നേരം എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഒക്കെ പുറത്തിറങ്ങി വൈകുന്നേരം നമ്മുടെ കവലയിലൊക്കെ ഇറങ്ങിയ സമയത്താണ് ഒരു സുഹൃത്ത് പറയുന്നത്, ഓർമ്മിക്കുന്നത്, ഇന്നാണല്ലോ നമ്മുടെ പാലിയേറ്റീവിൻ്റെ മീറ്റിംഗ്. അങ്ങനെ ഞാൻ മീറ്റിങ്ങിന് അദ്ദേഹത്തിൻ്റെ കൂടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ചിട്ട് കുറേ സുഹൃത്തുക്കളുണ്ട്, എൻ്റെ കുറേയേറെ സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ ഞാനന്ന് എസൻസ് ഗ്ലോബലിൻ്റെ ഒരു ടീഷർട്ടാണ് ധരിച്ചിരുന്നത്. അതിലേക്ക് അദ്ദേഹം സൂക്ഷിച്ച് നോക്കി. കുറച്ച് കണക്കുണസായുള്ള അക്ഷരങ്ങളാണ് സൂക്ഷിച്ച് അദ്ദേഹം വായിച്ചു, ബ്ലഡി എത്തീസ്റ്റ്. എന്നിട്ട് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. പാലിയേറ്റീവിൻ്റെ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ നിരീശ്വരവാദികളോ യുക്തിവാദികളൊന്നും അല്ലല്ലോ, കട്ടവിശ്വാസികളൊക്കെ ആയിരിക്കും. അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചത്, എന്താണ് ഇതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് എന്തപ്പം പറയാം, ഇതല്ലേ ബ്ലഡി എത്തീസ്റ്റ്. അദ്ദേഹം തന്നെ അതിന് ഉത്തരവും കണ്ടെത്തി. എന്നുവെച്ചാൽ ഒരു മയവുമില്ലാത്ത, അത്ര രസകരമായിട്ടുള്ള ഒരു നിർവചനം അദ്ദേഹം അതിന് കൊടുത്തു. ഒരു മയവുമില്ലാത്ത നിരീശ്വരവാദി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഈ സംഭാഷണം നിരീശ്വരവാദത്തിൻ്റെ മേഖലയിലേക്ക് കടന്നപ്പോഴാണ് അദ്ദേഹം തനിക്കുണ്ടായ ഒരു അനുഭവം പറയുന്നത്. ഞങ്ങളുടെയൊക്കെ പൊതു സുഹൃത്തായിട്ടുള്ള ഒരു ഉസ്മാനിക്ക ഉണ്ട്. ഉസ്മാനിക്ക നാട്ടിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്, നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആളാണ്. ഇദ്ദേഹം രണ്ടുപേരും ഒരു പാർട്ടിക്കാരാണ്. ഒരു ദിവസം രാത്രി ഒരു 12-12:30 മണിയാകുമ്പോൾ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഉസ്മാനിക്കയുടെ ഒരു കോള്. അപ്പോൾ അദ്ദേഹം ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ രാത്രി 12:30 മണിയാണ്. എന്തോ അർജൻറ്റ് കാര്യമായിരിക്കും എന്നാണ് ഇദ്ദേഹം ധരിച്ചത്. ഇപ്പം എന്തെങ്കിലും പ്രത്യേക വിഷയം, വല്ല മരണമോ ഇല്ല ആർക്കെങ്കിലും അസുഖമോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ അർദ്ധരാത്രിയൊക്കെ വിളി വരുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇദ്ദേഹം പെട്ടെന്ന് ഫോൺ എടുത്തപ്പോൾ ഉസ്മാനിക്കയാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞു, കാര്യം അള്ളാഹു ഉണ്ടോ എന്നൊരു ചോദ്യം. അള്ളാഹു ഉണ്ടോന്നോ? ഇപ്പോൾ സമയത്ര രാത്രി 12 മണി. ഇപ്പോൾ ഈ അർദ്ധരാത്രിക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ എന്ത് കാര്യം? ഞാനിന്ന് ഒരു കിടന്നതിന് ശേഷം എത്ര നേരമായിട്ട് എനിക്ക് ഉറക്കം വന്നിട്ടില്ല. ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ്. എന്താ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു സംശയം തോന്നാൻ കാര്യം? അത് എന്നോട് ഉണ്ണി പറഞ്ഞു, ഈ അള്ളാഹുവും ചെകുത്താനൊന്നുമില്ല, അതുപോലെ തന്നെ ദൈവമൊന്നുമില്ല, അതൊക്കെ വിശ്വാസങ്ങളാണെന്ന് പറഞ്ഞു. ഉണ്ണി കമ്മ്യൂണിസ്റ്റാണ്. ഞങ്ങളുടെ നാട്ടിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റായി ഉണ്ണി ഇദ്ദേഹത്തോട് ഒരു സംഭാഷണത്തിൽ പറഞ്ഞ കാര്യമാണ് അള്ളാഹു ഇല്ല, ദൈവമില്ല എന്നുള്ളത്. ഇദ്ദേഹത്തിന് ഇത് ആലോചിച്ചിട്ട് അങ്ങ് ഉറക്കം വരുന്നില്ല. അദ്ദേഹം ഒരു അർദ്ധരാത്രി ഇദ്ദേഹത്തിന് വിളിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്രമാത്രം ആകുലപ്പെട്ടിട്ടുണ്ടാവും. ഇതില്ലെങ്കിലുള്ള കാര്യം എന്താണ്? ഈ ഡിങ്കോയിസ്റ്റുകളെ സംബന്ധിച്ച് ഡിങ്കൻ ഇല്ലെങ്കിലുള്ള എന്ത് കാര്യമാണുള്ളത്? തേങ്ങയിൽ ആര് വെള്ളം നിറയ്ക്കുന്നുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ മുന്നിലുണ്ടല്ലോ. അതേപോലുള്ള ഗൗരവപരമായ പ്രശ്നങ്ങൾ ഇദ്ദേഹത്തെ മനസ്സിലേക്ക് വന്നപ്പോഴാണ് ഇദ്ദേഹം ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചത്.
പിന്നീട് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം തീരുമാനത്തിൽ എത്തിയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ആ നല്ല മനുഷ്യൻ ഇപ്പം ജീവിച്ചിരിപ്പില്ല. ഞാനിത് പറയുന്നത് നമ്മുടെ വിശ്വാസങ്ങൾ, ചെറുപ്പത്തിലുള്ള വിശ്വാസങ്ങൾ, അടിയുറച്ചു പോയ വിശ്വാസങ്ങൾ ഏത് രീതിയിലാണ് മനുഷ്യനെ ആകുലപ്പെടുത്തുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു നടന്ന കാര്യമാണ്. പേര് ശരിക്കുള്ള പേരല്ല കേട്ടോ, പറയണത് മോശമല്ലേ, അതുകൊണ്ട് പേരൊന്ന് തിരുത്തി പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്കൂൾ കാലഘട്ടത്തിലാണ് ഒരു പ്രേതാനുഭവം നേരിട്ട് കണ്ടത്. ഇന്നിപ്പം പ്രേതങ്ങളൊന്നുമില്ല, കറണ്ട് വന്നതോട് കൂടിയിട്ട് പ്രേതങ്ങളൊക്കെ പോയി എന്നാണ് നമ്മളൊക്കെ എല്ലാവരും പറയുന്നത്. പക്ഷേ പ്രേതങ്ങളില്ലെങ്കിലും പ്രേതങ്ങളെ ഒഴിപ്പിക്കുന്ന ചില കേന്ദ്രങ്ങളൊക്കെ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. തൃശ്ശൂരൊക്കെ കുട്ടിച്ചാത്തൻ ക്ഷേത്രങ്ങളുണ്ട്. പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യങ്ങളൊക്കെ അവർ ഇറക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഒന്നും ഇല്ലാത്തൊരു മേഖലയാണ്. പൈശാചിക ശക്തികൾ നമ്മൾ ആക്രമിക്കുമെന്നും അങ്ങനെ ആ പൈശാചിക ശക്തികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ തൃശ്ശൂർ വരെ പോകണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ നമ്മളോട് പറയുന്നത്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലുണ്ടായ അനുഭവം ഇതാണ്. സ്കൂൾ വിട്ട് വന്ന സമയത്ത് പെട്ടെന്ന് ഒരു കൂവൽ പോലെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ഈ കൂവൽ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുട്ടികളെല്ലാം കൂടി ആ കൂവൽ കേട്ട സ്ഥലത്തേക്ക് ഓടി. വീടിൻ്റെ കുറച്ച് മാറിയിട്ട് ഒരു 10-300 മീറ്റർ മാറിയിട്ടാണ് ഓടി. അവിടെ വീട്ടിലെത്തുമ്പോൾ ഒരു 10-15 വയസ്സായ ഒരു പെൺകുട്ടി അവർ നിലത്തിരുന്നിട്ട് അങ്ങനെ ചില പരവശമായ രീതിയിലൊക്കെ എന്തൊക്കെയോ ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചില കൂവലുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം, എന്താ സംഭവിച്ചെന്ന് വെച്ചു. അപ്പോൾ കൂടിയിരുന്ന ഒരാൾ പറഞ്ഞു, ഇവരുടെ മരിച്ചുപോയ 10-20 വർഷം മുന്നേ മരിച്ചുപോയ അച്ഛൻ്റെ പ്രേതം ഈ കുട്ടിയെ ആവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി സംസാരിക്കുന്നതൊന്നും അവരുടെ ഭാഷയിലല്ല, അച്ഛനാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൗതുകം തോന്നി നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് മുന്നിൽ നമ്മുടെ അടുത്ത നാട്ടുകാരനായിട്ടുള്ള ഒരാൾ ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ട് ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്നുണ്ട്. നീ ആരാടാ? പെൺകുട്ടി ചോദിക്കുക. ഞാൻ രാജനാണ്. ഏത് രാജ്യം? ഞാൻ നിങ്ങൾ അങ്ങേലെ രാജനാണ്. ആ, അപ്പോൾ പുള്ളിക്ക് ആളെ മനസ്സിലായി. രസകരമായ ഒരു കാര്യം, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയുടെ അമ്മ ഒരു മൂലക്കിലിരുന്നിട്ട് വളരെ എന്താ പറയുക പിണങ്ങിയിരിക്കുക. എന്നുവെച്ചാൽ കാരണവർ വന്നിട്ട് തന്നെ ബഹുമാനിക്കാതെ, തന്നെ കാര്യങ്ങളൊന്നും ചോദിക്കാതെ അങ്ങേലത്തെ രാജിൻ്റെ ഒക്കെ കാര്യം അന്വേഷിക്കുന്നതിലുള്ള കൊണ്ടീതത്തിലാണ് ഇവർ ഇരിക്കുന്നത്. അപ്പോൾ അന്ന് അങ്ങനെ കാണാൻ കഴിഞ്ഞൊരു കാര്യത്തിൽ അതിൻ്റെ അവസാനം എങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി പറഞ്ഞു, എനിക്ക് റാക്ക് വേണമെന്ന്. അപ്പം ഈ പെൺകുട്ടിയെ 15 വയസ്സായ കുട്ടിയാണ് റാക്കിന് ചോദിക്കുന്നത്. റാക്കറിനെ മനസ്സിലായല്ലോ, ഇവിടെ പട്ടച്ചാരയാണ് ഉദ്ദേശിക്കുന്നത്. പട്ടച്ചാരയൊന്നും അടുത്ത് കിട്ടാനില്ല. അങ്ങനെ അടുത്തുള്ള ഒരു എക്സ് മിലിറ്ററിക്കാരൻ വീട്ടിൽ നിന്ന് ഓടിപ്പോയിട്ട് നമ്മളെ ഫോറിൻ ലിക്കർ കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടാണ് കൊടുത്തു. ഒരൊറ്റ കുടി, അതോട് കൂടിയിട്ട് കഴിഞ്ഞ് അത് ആ വിശേഷം അവസാനിച്ചു. ആ ഒരു കാര്യത്തിന് ശേഷം ഞാൻ ആ കാര്യമൊക്കെ മറന്നു. പക്ഷേ ഇന്ന് ആ മേഖലയിൽ മറ്റൊരാൾക്ക് ഇതേ രീതിയിലുള്ള അനുഭവം ഉണ്ടായിട്ട് അവിടെ ഒരു അമ്പലമൊക്കെ ഏതാണ്ട് കെട്ടിപ്പൊക്കിയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഒരു വ്യക്തിക്കുണ്ടാകുന്ന മാനസിക വൈകല്യങ്ങൾ തക്ക സമയത്ത് ചികിത്സിച്ച് മാറ്റാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ സംഭവിക്കില്ലാത്ത കാര്യങ്ങൾ അവിടെ ഒരു ചെറിയ സ്വയം തൊഴിൽ സംരംഭമായിട്ട്, ചെറിയ ആരാധനാലയമായിട്ട് നമ്മുടെ മുന്നിലേക്ക് അങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള മാനസിക വിഹ്വലതകൾ നമ്മുടെ മനുഷ്യനെ ഒരുപാട് അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വെളിച്ചപ്പാടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടും, നമ്മളെ ക്ഷേത്രങ്ങളിൽ അമ്പലങ്ങളിലൊക്കെ ഒന്ന് കാണുന്നതാണ് വെളിച്ചപ്പാടുകൾ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ തലയിൽ തേങ്ങ വീണില്ലായിരുന്നെങ്കിൽ ഒരു വെളിച്ചപ്പാടാകാനുള്ള ക്വാളിറ്റിയൊക്കെ ഉള്ള ആളാണ് ഞാൻ ഏതാണ്ട് ഒരു വെളിച്ചപ്പാട് കുടുംബത്തിൽ നിന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ വെളിച്ചപ്പാടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവർ മറ്റൊരു ലോകത്ത്, അതായത് ദൈവം അല്ലെങ്കിൽ ഒരു മരിച്ചുപോയൊരു കാരണവർ ഇവരുടെ ശരീരത്തിലേക്ക് ആവാഹിച്ചിട്ട് അവർ കാര്യങ്ങൾ പറയുകയാണെന്നാണ് വെപ്പ്. എന്നാൽ ചില വിശ്വാസികളെ തന്നെ ചില വെളിച്ചപ്പാടുകളെ പറ്റി പറയുന്നത് അവൻ ഒറിജിനൽ എന്നല്ല, അവൻ ഡ്യൂപ്ലിക്കേറ്റാണ്, അവൻ അങ്ങനെ അഭിനയിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈ വെളിച്ചപ്പാടുകൾ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ യഥാർത്ഥമല്ല, നമുക്കൊന്നും ബാധിക്കാത്ത കാര്യങ്ങളാണ്. സാങ്കല്പികമായ ഒരു ലോകത്ത് പടച്ചുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരതിനു വേണ്ടി പരിഹാര കർമ്മങ്ങൾ ചെയ്യുകയാണ്. പൈസ മുടക്കി, കീസയിലുള്ള പണം മുടക്കിയിട്ട് പരിഹാര കർമ്മങ്ങൾ ഇവരെ തന്നെ നിർദ്ദേശിക്കുകയാണ്. ആ കർമ്മങ്ങൾ ചെയ്യുകയാണ്. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള ആളുകളൊക്കെ അവർ കൊണ്ടുവന്നിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് യഥാർത്ഥമല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രതിവിധി അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ ലോകത്ത് ആവശ്യമില്ലാത്ത സാങ്കല്പികമായിട്ടുള്ള ഒരു കാര്യം സങ്കല്പിച്ചുണ്ടാക്കിയിട്ട് അതിന് സാങ്കല്പികമായി തന്നെയുള്ള ഒരു പ്രതിവിധി ഈ വെളിച്ചപ്പാടുകളൊക്കെ, അതുപോലെ അത് വിശ്വസിക്കുന്ന ആളുകൾ, അവർ വിശ്വസിക്കുന്ന ആളുകൾക്ക് നമ്മൾ കാണും, നമ്മളെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളൊക്കെ ഇവരുടെ മുന്നിൽ ഭയഭക്തി ബഹുമാനത്തോടു കൂടി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ചിരി വരും. പക്ഷെ അവർക്ക് ചിരിയൊന്നും വരുന്നില്ല. നമ്മുടെ അടുത്ത ദിവസം ഉണ്ടായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ തിരുവടികൾ.
ഗോപൻ സ്വാമികളുടെ സമാധി നമ്മുടെ അതിൻ്റെ യഥാർത്ഥ മരണകാരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇനിയും പുറത്തു വരാനിരിക്കുന്നതുള്ളെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഒരു പ്രായമായിട്ടുള്ളൊരു മനുഷ്യന്, അദ്ദേഹം രോഗാതുരനാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് പ്രമേഹത്തിൻ്റേതായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങളുണ്ടായിരുന്നു, ശരീരത്തിൽ മുറിവുകളുണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റുള്ള അസുഖങ്ങൾക്കൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇത്തരത്തിലുള്ള ഒരാൾ, ഇവർ പറയുന്നത് ഇദ്ദേഹം കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യെന്താ? നമ്മൾ അദ്ദേഹത്തെ ഉടനടി ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തും. അതിന് പകരം ഇദ്ദേഹത്തിൻ്റെ മക്കൾ എന്താണ് ചെയ്തത്? ഇദ്ദേഹത്തെ ചുരുട്ടി കൂട്ടിയിട്ട് ഒരു മൂലക്ക് കൊണ്ടുപോയിട്ട് സമാധിയാണ് എന്ന് പറഞ്ഞിട്ട് സമാധി സമാധി സമാധി, എന്നിട്ട് ഗോപൻ സ്വാമി തിരുവടികളുടെ സമാധി മഹോത്സവം ഗംഭീരമാക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ അവിടെ ഹിന്ദു സംഘടനകൾ എല്ലാവരും കൂടി ചേർന്ന് നടത്തി. ഈ സമൂഹത്തിലുള്ള സകല മാലിന്യങ്ങളും ചുമന്നുകൊണ്ട് അടുത്ത തലമുറയിലേക്ക് എത്തിക്കുന്ന ജോലിയാണ് ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് പല അനുഭവ കഥകൾ, അനുഭവ സാക്ഷ്യങ്ങളിലൂടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള കഥകൾ വരുന്നത്. അതിന് യാഥാർത്ഥ്യമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ബന്ധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാൻ ഇത്ര കാലമായിട്ട് ഒരിക്കലും മനസ്സിൽ വിചാരിക്കുക പോലും ചെയ്യാതിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. അദ്ദേഹം ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഒരു സിനിമാ നടനായിരുന്നു, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു, അല്ലെങ്കിൽ സമൂഹത്തിലൊരു പ്രധാനപ്പെട്ട ആളായിരുന്നു. ഞാൻ സ്വപ്നം കണ്ട അന്ന് രാത്രി അദ്ദേഹം മരണപ്പെട്ടു. ഇത്തരത്തിലുള്ള വിവരണങ്ങളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്, പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലരും പല നോവലുകളിലൊക്കെ എഴുതിയിട്ടുണ്ട്. പണ്ട് ചെറുപ്പത്തിൽ വായിച്ചൊരു നോവൽ ഏതിലാണെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഓർമ്മ വരുന്നില്ല. അമ്മ മരിച്ച ദിവസം രാത്രി, അയാൾ വിദേശത്താണ്, അമ്മ മരിച്ച ദിവസം രാത്രി ഞാൻ എൻ്റെ മുറിയിൽ അമ്മ തേച്ചിരുന്ന ആ സുഗന്ധമുള്ള എണ്ണയുടെ മണം അനുഭവപ്പെട്ടിരുന്നു എനിക്ക് എന്ന് ഏതോ ഒരു ആൾ എഴുതിയിരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇദ്ദേഹം കളവ് പറയണമെന്ന് നമുക്കറിയില്ല, അങ്ങനെ സത്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇത്തരത്തിലുള്ള അനുഭവ സാക്ഷ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ജനകീയമായിട്ടുള്ള അന്ധവിശ്വാസമാണ് ശബരിമല. അത് സർക്കാരും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരുന്തു പറക്കൽ, മകരവിളക്ക്, ഇത്തരം കാര്യങ്ങളെയൊക്കെ പർവ്വതീകരിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇന്നും അനസ്യൂതമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമലയിലെ മകരവിളക്ക് എന്ന് പറയുന്നത് കത്തിക്കുന്നതാണ് എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം, അവിടെ കത്തിക്കുന്നവർക്കും അതിൻ്റെ വക്താക്കൾക്കൊക്കെ അറിയാം. എങ്കിലും പല പത്രങ്ങളും ഇപ്പോഴും എഴുതുന്നത് ശബരിമലയിൽ മകരവിളക്ക് തെളിഞ്ഞു എന്നാണ്. ആ തെളിഞ്ഞു എന്നത് തെളിച്ചു എന്നാക്കാൻ ഒരുപാട് അധ്വാനങ്ങൾ ഇവിടുത്തെ നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ആ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് അവർക്ക് അറിഞ്ഞുകൊണ്ടാണെങ്കിലും അവർ ഇത്തരം കാര്യങ്ങളിലേക്ക് ചെയ്യുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് പക്ഷേ ഈ പുസ്തകമാണ് എന്നെ ഈ ഒരു സത്യത്തിൽ ഒരു തിരിച്ചറിവിൻ്റെ മേഖലകളിലേക്ക് നയിച്ച ഒരു പുസ്തകം. ഇടമറുകിൻ്റെ ശബരിമലയും പരുന്ത് പറക്കലും മകരവിളക്കും എന്ന പുസ്തകം. അതിൽ കാണുന്ന ആ ചിത്രത്തിൽ കാണുന്നത് അവിടെ ഗോപി എന്ന ഒരു ഇലക്ട്രിസിറ്റി ജീവനക്കാരൻ ഇത് മകരവിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ആണ്. അതിൽ കാണുന്നത് പൊന്നമ്പലമേടാണ്. ഇന്നിപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർ അതിൻ്റേതായ ന്യായങ്ങൾ, പുതിയ പുതിയ ന്യായങ്ങൾ നയിച്ചുകൊണ്ട് ഇന്നും ശബരിമലയെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മുന്നിലേക്ക് അത്ഭുത കഥകൾ വരുന്നത് പലപ്പോഴും ആ ഒരു ദൃക്സാക്ഷി അതിന് വേണമെന്നില്ല. ഞാൻ ഇന്ന കാര്യം കണ്ടു എന്ന രീതിയിലുള്ള ഒരു അത്ഭുത വിവരണം നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യയുടെ ആങ്ങളയുടെ അളിയൻ്റെ ചേട്ടൻ്റെ അയൽവാസിയാണ് ഈ കാര്യം കണ്ടത്. ഈ രീതിയിൽ ആണ് അത്ഭുത കഥകൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് ഒന്നും അറിയില്ല. ഒരാളോട് അടുത്ത ആളോട് ഒരു കാര്യം പറയുമ്പോഴത്തേന് ആ കാര്യത്തിൻ്റെ കുറേ കാര്യങ്ങൾ വിട്ടിട്ടുണ്ടാകും, കുറേ പൊടിപ്പുന്നെങ്കിലും ചേർത്തിട്ടുണ്ടാകും. അത് അടുത്ത ആളിലേക്ക് എത്തുമ്പോഴത്തേന് വീണ്ടും കുറേ കാര്യങ്ങൾ അതിൽ ചേർത്തിട്ടുണ്ടാകും, കുറേ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകും. അങ്ങനെ ഇത് ഒരാളിൽ നിന്ന് ഓടി 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 അവസാനം നമ്മുടെ ചെവിയിലെത്തുമ്പോഴേക്കും യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞ ആൾ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഉണ്ടായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധമില്ല. അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ, അത്ഭുത കഥകൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അത് ഒരുപാട് അകന്നു പോകുന്നു. അവസാനം അത് ഒരു വലിയ ബ്ലണ്ടറിലേക്ക് എത്തിച്ചേർന്ന് നമ്മുടെ ചെവിയിലേക്ക് എത്തിച്ചേരുന്നു. ഇത്
ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ, നമ്മൾ ഇത്ര നേരം സാധാരണക്കാരായ അന്ധവിശ്വാസികളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഇന്ത്യയിലെ തന്നെ ബഹുമാന്യനായ വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പുരോഗമന പ്രസ്ഥാനം എന്ന് വിളിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ സഹയാത്രികരായിരുന്നു, എല്ലാമായിരുന്നു. അദ്ദേഹം തൻ്റെ ഭാര്യയുടെ ആത്മാവുമായിട്ട്, അവരുടെ മരണശേഷം ഭാര്യയുടെ ആത്മാവുമായിട്ട് ഒരു മീഡിയം വഴി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. നമുക്കൊക്കെ ഇത് ഒരു തമാശയാണെന്ന് തോന്നും, പക്ഷെ പറയുന്നത് ആരാണ്? ഒരു സാധാരണക്കാരനല്ല. അദ്ദേഹം പറയുകയാണ്, ഭാര്യയുടെ മരണശേഷം താൻ ഒരു മീഡിയം വഴി തൻ്റെ ഭാര്യയുടെ ആത്മാവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നുവെന്ന്. ഇത്തരത്തിലുള്ള ആത്മാവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ തപ്പിയിട്ട് ഇടമറുകിനെ പോലുള്ള ആളുകളൊക്കെ, ഇടമറുകല്ല, പിന്നെ A.T. കോവൂരിനെ പോലുള്ള ആളുകളൊക്കെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. അദ്ദേഹം മരണം വരെയും ഏതെങ്കിലും ഒരു ദിവ്യാത്ഭുതം, ഒരു പരേതാത്മാവുമായിട്ടുള്ള കാര്യബന്ധങ്ങളൊക്കെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ കോവൂരിന് ഒരിക്കൽ പോലും അത്തരത്തിലുള്ള ഒരു അത്ഭുതം കണ്ട് മരിക്കാൻ ഇട വന്നിട്ടില്ല. A.T. കോവൂരിൻ്റെ തന്നെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, ആനമർദ്ദ എന്നൊരു കഥ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിലുണ്ട്. ഈ ആനമർദ്ദ എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ തന്നെ അവിടെയുള്ള ഒരു അന്ധവിശ്വാസമാണ്. ആനയുടെ രൂപത്തിലുള്ള ഒരു പ്രേതാത്മാവ് ഒരു പ്രദേശത്ത് വിഹരിക്കുന്നു എന്ന് പറഞ്ഞത് കേട്ടിട്ട് അതിനെ അന്വേഷിച്ച് A.T. കോവൂരും ഭാര്യയും കൂടി ഒരു കാറിൽ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ അവർ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു വലിയ ആനയുടെ രൂപത്തിൽ ഇങ്ങനെ ഒരു രൂപമുണ്ട്. രാത്രിയാണ്. A.T. കോവൂരിന് സത്യത്തിൽ ഭയം വന്നു. താനൊരു നിരീശ്വരവാദിയാണ്, യുക്തിവാദിയാണ്, ഒരുപാട് യുക്തിയൊക്കെ തന്നെ നയിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രഭാഷണങ്ങൾ ചെയ്തിട്ടുണ്ട്, താൻ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരു യുക്തിവാദിയായിട്ടുള്ള താൻ പോലും അവിടെ ഒരു ആനയുടെ രൂപത്തിലൊരു സാധനം കാണുകയാണ്. അവിടുന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ ആനമർദ്ദ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരായിരുന്നു. പക്ഷേ അദ്ദേഹം ധൈര്യം സംഭരിച്ച് കുറച്ചും കൂടി അടുത്ത് നോക്കിയപ്പോൾ അവിടെ ഒരു കറുത്ത കാറ് മരത്തിൻ്റെ ചുവട്ടിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഈ കറുത്ത കാറിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഡ്രൈവർ വളരെ മനസ്സമാധാനത്തോട് കൂടിയിട്ട് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. കാരണം അവിടെ ആനമർദ്ദയുള്ള കാര്യം ഈ ഡ്രൈവർക്ക് അറിയില്ലായിരുന്നു. എന്നാലും ഈ ആനമർദ്ദ എന്നത് തൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഒരു നിരീശ്വരവാദി ആണെങ്കിൽ പോലും തനിക്കും ആ ഭയമുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കുട്ടികളെയൊക്കെ വളർത്തുമ്പോൾ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ചെറുപ്പത്തിൽ തന്നെ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ വളർന്നു വരുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ഭയം ഒഴിവാക്കാൻ പറ്റുകയില്ല. അപ്പം ഏത് വലിയ വ്യക്തിയാണ് പറയുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അത് ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയുകയില്ല. പിന്നെ അമേരിക്കൻ ശാസ്ത്രജ്ഞനായിരുന്ന റിച്ചാർഡ് ഫിൻമാൻ, അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ട്. കഥയല്ല, ഒരു യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹം ഒരുപാട് സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ 1946 ക്ഷയരോഗം ബാധിച്ച് മരണപ്പെടുന്നത്. ഇന്നത്തെ പോലുള്ള ആശുപത്രികളൊന്നും ഇന്നത്തെ രീതിയിൽ കാര്യമായിട്ടില്ല. വീട്ടിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മരണം സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിക്കുന്ന അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ റൂമിലെ ക്ലോക്ക് കേടായി. സത്യത്തിൽ ഇന്നറ്റാണെങ്കിൽ, കേരളത്തിലാണെങ്കിൽ, പ്രബുദ്ധമായിട്ടുള്ള കേരളത്തിലാണെങ്കിൽ ഇവിടെ നമ്മൾ സമാധി ഇരുത്തുന്നത് ക്ലോക്കിനെയാണോ അതോ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണോ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്തായാലും ഫിൻമാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി എങ്ങനെയാണ് അത് വന്നതിനെക്കുറിച്ച് അദ്ദേഹം കുപ്രചരണങ്ങളിലേക്കോ അല്ലെങ്കിൽ അത്ഭുത പ്രചരണങ്ങളിലേക്കൊന്നും അദ്ദേഹം പോയില്ല. അതിൻ്റെ കാരണം കണ്ടെത്തി. ഈ ക്ലോക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ഡിജിറ്റൽ ക്ലോക്കുകളൊന്നും അന്നില്ല. അന്നുണ്ടായിരുന്നത് ഈ സ്പ്രിങ്ങിൽ തിരിയുന്ന ക്ലോക്കുകളാണ് മുമ്പുണ്ടായിരുന്ന ക്ലോക്കുകൾ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചുമരിലുണ്ടായിരുന്ന ക്ലോക്ക് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മരണസമയം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് അന്ന് നഴ്സ് ആ ക്ലോക്ക് എടുത്തിട്ട് സമയം ജനലിൻ്റെ അടുത്തേക്ക് നോക്കിയിട്ട് തിരിച്ച് അവിടെ തന്നെ വെച്ചു. ഇത് കൃത്യമായിട്ട് അതേ ലെവലിലല്ല നിൽക്കുന്നതെങ്കിൽ ഈ ക്ലോക്ക് ചിലപ്പോൾ വീണ്ടും കറങ്ങിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ആ നഴ്സ് ആ ക്ലോക്ക് എടുത്ത് അവിടെ തിരിച്ചു വെച്ച സമയത്ത് അതിൻ്റെ സ്ഥാനം ചലനം സംഭവിക്കുകയും ആ ക്ലോക്ക് നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ ഉണ്ടാകുമായിരുന്ന ഒരു അത്ഭുതം അദ്ദേഹം തന്നെ അത് അവിടെ വെച്ചിട്ട് തന്നെ അവസാനിപ്പിച്ചു. പക്ഷേ ഇത്തരത്തിലുള്ള അത്ഭുതങ്ങളാണ് പിന്നീട് വലിയ കാര്യങ്ങളായിട്ടൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. സത്യസായിബാബ, ഭഗവാൻ സത്യസായിബാബ എന്നറിയപ്പെടുന്ന സത്യസായിബാബ അദ്ദേഹത്തിൻ്റെ പുട്ടപർത്തിയിലുള്ള ആശ്രമത്തിലും അതുപോലെ തന്നെ ബാംഗ്ലൂരിലുള്ള ആശ്രമത്തിലും ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെട്ടതായിട്ടുള്ള വിവരണങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം വായിൽ നിന്ന് ഈ ശിവലിംഗം എടുത്ത് പുറത്തേക്ക് കൊടുക്കുന്നത് വലിയ അത്ഭുതമായിട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൊക്കെ വിവരിച്ചിട്ടുണ്ട്. ഇതൊക്കെ പൊളിച്ചെടുക്കപ്പെട്ട കാര്യങ്ങളാണ്. എന്നാലും ഇന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ആത്മീയ ആൾദൈവമായിട്ടുള്ള അമൃതാനന്ദമയി ദേവി തുടങ്ങുന്നത്
കുഷ്ഠരോഗികളെ നക്കി സുഖപ്പെടുത്തിക്കൊണ്ടാണ്. അതും അവരുടെ ജീവചരിത്ര കഥയിലൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നുണ്ടായിരുന്നത് ഇപ്പം നക്കലൊക്കെ നിർത്തിയിട്ട് ഇപ്പം കെട്ടിപ്പിടുത്തത്തിലൂടെയാണ് അദ്ദേഹം കാര്യങ്ങൾ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. മൈക്കൽ ജാക്സൺ പ്രമുഖ പ്രശസ്ത നർത്തകനായിരുന്ന അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കണ്ടതായിട്ടുള്ള അത്ഭുത കഥകൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രമെന്ന് പറഞ്ഞിട്ട് കാറിൻ്റെ മുകളിലുള്ള ഒരടയാളം. ഇത് അന്ന് കാലത്ത് 15 ലക്ഷത്തോളം ആളുകൾ ഇത് യൂട്യൂബിലൊക്കെ വീക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ ചിത്രം. അതായത് പിന്നീടാണ് അതിൻ്റെ രഹസ്യം മനസ്സിലായത്. മുകളിൽ നിന്നുള്ള മേഘത്തിൻ്റെ അടയാളമായിരുന്നു അത്. പിന്നീട് ചിത്രത്തിൽ വന്നപ്പോൾ അത് അങ്ങനെ ഒരു ജാക്സൻ്റെ ഒരു രൂപമാണ് എന്ന് തോന്നിയിട്ട് ഒരാൾ പ്രചരിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ജാക്സൻ്റെ മരണശേഷം നെവർലാൻഡ് എന്ന പേരിൽ ഉള്ള ഒരു അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് നൃത്തം ചെയ്യുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ട് വലിയ പ്രചരണ കാലത്തുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഇത്. ഈ ഒരുപാട് പ്രചരണങ്ങൾ ഇന്ത്യക്കാർ മോശക്കാരാണെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് പാശ്ചാത്യ ലോകത്ത് എല്ലാം ഈ രീതിയിലുള്ള അത്ഭുത കഥകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് മേഘങ്ങളിൽ കാണുന്ന ദൈവങ്ങളാണ്. അതിൽ ചിലപ്പോൾ ഗണപതി ഉണ്ടാകും, ചിലപ്പം ശിവനുണ്ടാകും, ചിലപ്പോൾ അള്ളാഹുവിന് രൂപമില്ലാത്തതുകൊണ്ട് അള്ളാഹുവിനെ കാണില്ല. പക്ഷേ അറബി എഴുത്തുകൾ ഉള്ളതായിട്ട് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഡിങ്കൻ വരെ ഇദ്ദേഹത്തിൻ്റെ രൂപം മേഘങ്ങളിൽ ഒക്കെ കാണിച്ചിട്ടുണ്ട്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. സാമൂഹ്യ ജീവി എന്ന നിലയിൽ മനുഷ്യൻ്റെ മുഖം മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ കാണാനുള്ള ശേഷി മനുഷ്യൻ്റെ മസ്തിഷ്കത്തിനുണ്ട്. നമുക്ക് പരിചയമുള്ള ഒരു കാര്യത്തെ മാത്രമേ നമുക്ക് വീണ്ടും മറ്റൊരു രീതിയിലേക്ക് സങ്കല്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഒരു പരിചയമുള്ള ഒരു കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ പുതിയതൊന്നിനെ സങ്കല്പിക്കാൻ മനുഷ്യന് കഴിയുകയുള്ളൂ. അപ്പോൾ ആ ഡിങ്കൻ്റെ രൂപവും അള്ളാഹുവിൻ്റെ എഴുത്തുകളും ഒക്കെ ആകാശത്ത് ഇതിലൊക്കെ കണ്ട് യേശുവിൻ്റെ രൂപം ഒക്കെ കണ്ടെത്തുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചുമരുകളിലുള്ള പെയിൻറ്റിങ്ങുകളുടെ പാടുകളിൽ നമുക്ക് പലപ്പോഴും ആൾരൂപങ്ങൾ നമുക്ക് ദർശിച്ചെടുക്കാൻ പറ്റും. നമുക്ക് തന്നെ ശ്രദ്ധിച്ചിരുന്നാൽ കാണാൻ പറ്റും. അതുപോലെ ചില പ്രത്യേക അടയാളങ്ങളിലൊക്കെ നമ്മുടെ റൊട്ടി ചുട്ടുണ്ടാക്കുന്നതിനിടയ്ക്ക് റൊട്ടിയുടെ മുകളിൽ അറബി ലിഖിതങ്ങൾ വന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അതുപോലെ കടലിൽ നിന്ന് പിടിച്ച മീനിൻ്റെ ശരീരത്തിൽ ഈ തരത്തിലുള്ള ദൈവനാമങ്ങളൊക്കെ എഴുതപ്പെട്ടതുള്ള വാർത്തകളൊക്കെ വളരെ ഉന്നതമായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് സിൻഡർലയുടെ കഥയാണ്. സിൻഡർല ഒരു യൂറോപ്യൻ നാടോടി കഥ എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രാൻസിലാണ് അതിൻ്റെ പുസ്തക രൂപത്തിലൊക്കെ ആക്കിയിട്ടുള്ളത്. സിൻഡർല കഥകളിൽ വളരെ പാവപ്പെട്ട വീട്ടിലെ സിൻഡർല പിന്നീട് രാജകുമാരിയാകുന്നതും, അതുപോലെ തന്നെ ഒരു മത്തങ്ങ ഒരു വണ്ടിയാകുന്നതും, അതുപോലെ തന്നെ മാന്ത്രികൻ്റെ കയ്യിൽ നിന്നുള്ള എലികൾ, അങ്ങനെയുള്ള ഒരുപാട് പ്രത്യക്ഷപ്പെടുന്ന ഇങ്ങനെ ഒരുപാട് ദിവ്യാത്ഭുതങ്ങൾ കഥകളിലൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മളെ മലയാളത്തിൽ തന്നെയാണെങ്കിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഒരുപാട് കഥകളുണ്ട്. മലയാളത്തിൽ തന്നെയുള്ള കഥകളുണ്ട്. മാന്ത്രിക നോവലുകളൊക്കെ ഒരു കാലത്ത് വളരെ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു പോയിരുന്നു. ഈ കഥകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട്. ഈ സിൻഡർല കഥ ആരും ഒരു കഥ എന്നതിനുപരിയായിട്ട് ഗൗരവത്തിലേക്ക് എടുത്തിട്ടില്ല. എന്നാലും സിൻഡർല കഥയെ പോലെ തന്നെയുള്ള മറ്റ് ചില കഥകളുണ്ട്. അത് അള്ളാഹുവിനെ കാണാൻ വേണ്ടിയിട്ട് മുഹമ്മദ് ആകാശത്തിലേക്ക് പുറപ്പെട്ട കഥ. അത് ഇന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഒരു ഇസ്ലാം മത വിശ്വാസിയോട് ചോദിച്ചു നോക്കൂ. അവരാദ്യം പലതും പറഞ്ഞു ഒഴിയാൻ ശ്രമിക്കും. പക്ഷേ അത് നിഷേധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഈമാൻ പൂർണ്ണമാകുന്നില്ല. അത് അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഒരു മുസ്ലിം മതവിശ്വാസിക്ക് ഒരു വിശ്വാസിയാകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ കഥ, അതുപോലെ തന്നെ ചന്ദ്രനെ പിളർത്തിയ കഥ, മുഹമ്മദ് ചന്ദ്രനെ പിളർത്തിയ കഥ വിശ്വസിക്കുന്നില്ല എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ മുസ്ലിം അല്ല. അപ്പോൾ ആ കഥ വിശ്വസിക്കാൻ അയാൾ നിർബന്ധിതമാണ്. അതുപോലെ യേശുക്രിസ്തു കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞാക്കിയിട്ടുള്ള കഥ, ഇത് വിശ്വസിക്കാൻ ഒരു ക്രിസ്തുമത വിശ്വാസി ബാധ്യസ്ഥനാണ്. അതുപോലെ തന്നെ ഹനുമാൻ മല ചുമന്നുകൊണ്ട് പോയ കഥകൾ, അതുപോലെ തന്നെ രാമൻ, ഇത്തരത്തിലുള്ള ദിവ്യാത്ഭുതങ്ങളിലൊക്കെ വിശ്വസിക്കാൻ ഓരോ മതവിശ്വാസിയും ബാധ്യസ്ഥരായി മാറുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ നമ്മൾ ഇന്നും ചുമന്നുകൊണ്ട് നടക്കുന്നത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കഥയുണ്ട്. അതായത് അല്ലെങ്കിൽ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഇന്നലെ ഒരു സ്വപ്നം കണ്ടു.
ആ സ്വപ്നത്തിൽ ഞാൻ ഈ അടുത്ത കാലത്ത് ഒന്നും മനസ്സിൽ വിചാരിക്കാത്ത ഒരു വ്യക്തിയെ ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചു. അദ്ദേഹം ഇന്നലെ രാത്രി മരണപ്പെട്ടതായിട്ട് ഞാൻ ഇന്ന് രാവിലെ അറിഞ്ഞു. ഇതിൽ ദിവ്യാത്ഭുതമല്ലാതെ ഇതെങ്ങനെ ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയും? ഇതിൽ അത്ഭുതമല്ലാതെ മറ്റെന്താണ് ഉള്ളത്? നിങ്ങൾ എന്തൊക്കെ യുക്തി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിന് പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാൻ ഇതുവരെ ഒന്നും മനസ്സിൽ വിചാരിക്കാത്ത ഒരു വ്യക്തിയെ എൻ്റെ സ്വപ്നത്തിൽ വന്നു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, അദ്ദേഹം ഇന്നലെ രാത്രി മരിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു വിവരണം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത്? അതായത് ഇദ്ദേഹം പല രാത്രികളിലും പലരെയും സ്വപ്നത്തിൽ കാണുന്നുണ്ട്. പല രാത്രികളിലും പലരും മരണപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഫിൻമാൻ്റെ ക്ലോക്കിൻ്റെ കഥ എടുക്കുകയാണെങ്കിൽ തന്നെ അമേരിക്കയിൽ തന്നെ ലക്ഷക്കണക്കിന് ക്ലോക്കുകളുണ്ട്. ഇതിൽ നിരവധി ക്ലോക്കുകൾ ഏതെങ്കിലും സമയത്തൊക്കെ നിന്ന് പോയിട്ടുണ്ടാകാം. അതൊന്നും ആരും അറിയുന്നില്ല, ആരെങ്കിലും അത് അന്വേഷിച്ച് പറയുന്നില്ല. എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും കൂടി ഒരേ സമയത്ത് സംഭവിക്കുമ്പോൾ, അത് യാദൃശ്ചികമായി സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് സംഭവിക്കുമ്പോൾ അതിനെ എടുത്ത് കാണിക്കുകയും അതുപോലെ തന്നെ ലക്ഷക്കണക്കായ കാര്യങ്ങളെ മറ്റ് ലക്ഷക്കണക്കായ നടക്കാത്ത കാര്യങ്ങളെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ നമ്മളൊരിക്കലും കള്ളം പറയുകയാണ് എന്ന് വിശ്വസിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള അനുഭവ കഥകൾ കേൾക്കുമ്പോൾ അവർ കള്ളം പറയുകയേണ്ട ആവശ്യമില്ല, അവർക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് യാദൃശ്ചികമായി സംഭവിച്ചിട്ടുള്ള ഒരു സാധ്യത മാത്രമാണ്. അത് രണ്ടും കൂടി ഒരു സമയത്ത് വന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊന്നും ശരിയല്ല എന്ന് തോന്നുന്ന മറ്റൊരു ബോധത്തിൻ്റെ മറ്റൊരു തലത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവർ പലപ്പോഴും കള്ളം പറയുന്നതായിക്കൊള്ളണമെന്നില്ല, അവർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അവരുടെ അനുഭവങ്ങൾ എപ്പോഴും സത്യമാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുകയില്ല. അവരുടെ അനുഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ ലോകത്തെ വിലയിരുത്താനും കഴിയുകയില്ല. ഈ ലോകത്തെ വിലയിരുത്തുന്നതിന് നമുക്ക് മുന്നിൽ ഒരു മാർഗമുണ്ട്. അതാണ് അന്വേഷണത്തിൻ്റെ, യുക്തിയുടെ, സ്വതന്ത്ര ചിന്തയുടെ സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയർ നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. ആ സോഫ്റ്റ്വെയർ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. താങ്ക് യു.